കിട്ടിയോ ചേട്ടാ? 2 എണ്ണം കിട്ടിയടി. ചേട്ടത്തിയുടെ പെട്ടി തപ്പിയിട്ട് വല്ലതും കിട്ടിയോന്നാ ചോദിച്ചേ. ദേണ്ടേ ചീട്ട് കളിക്കാര് വന്നു. അവിടെ പെട്ടി തപ്പിയിട്ട് ഒന്നും കിട്ടിയില്ലടാ. എനിക്കാണെങ്കി വിശക്കുന്നു. എങ്കിൽ പിന്നെ ചട്ടി തപ്പാൻ മേലായിരുന്നു. ഇന്നലെ ഒന്നും കഴിച്ചില്ല, വയറ് കത്തുന്നടാ. നമുക്ക് ഹോട്ടലിൽ കയറി വടയും കട്ടനും മേടിക്കാൻ ചേട്ടാ. നമുക്ക് അവിടെ കയറി വല്ലതും കഴിക്കാം. ചേട്ടാ അത് സ്റ്റാർ ഹോട്ടലാ. സ്റ്റാർ തിന്നണ്ട, വട തിന്നാം. വട എന്തായാലും കേറി. ഇനി വരുന്നെടുത്ത് വെച്ച് കാണാം. ഗർഭമുള്ള ദോശയുണ്ടോ? എന്നതാടി അതിന് പറയുന്ന പേര്? മസാല ദോശ. എന്തൊക്കെ വേണം സാർ? എന്തൊക്കെ ഉണ്ട്? ചപ്പാത്തി, പൊറോട്ട, കോഴി, ആട്, മാട്, പോത്ത്, പശു, ചില്ലി ചിക്കൻ, ചില്ലി ബീഫ്, ചില്ലി. കറവയുള്ള പശു ഉണ്ടോ? അല്ല, പിള്ളേര് വരുമ്പോ കുടിക്കാൻ പാലിന് പുറത്തു പോകണ്ടല്ലോ. അതിലേതാ തിന്നാൻ വേണ്ടെന്നാ അവര് ചോദിച്ചത് ചേട്ടാ. എല്ലാം ഇത്തിരിച്ച പോരട്ടെ, വായി വെച്ച് നോക്കിയിട്ട് പറയാം. അതിനവര് സമ്മതിക്കല. വായി വെക്കാൻ സമ്മതിക്കുവേലേ, പിന്നെങ്ങനെ തിന്നും? നിന്റെ കയ്യിൽ എന്തുണ്ടടാ? എന്റെ ഈ 10 വരണുണ്ട്. വേട്ടയുടെ പാട്ടിന് പോയി. ഏതായാലും ജയിലിൽ പോണം. അപ്പൊ കാര്യമായി വല്ലതും കഴിച്ചിട്ട് തന്നെ പോവാം. ഓരോ ബിരിയാണിയും മട്ടൺ ഫ്രൈയും ഐസ്ക്രീമും പോരട്ടെ, സൂപ്പും കൂടി എടുത്തോ. ബില്ലൊന്ന് കാണിച്ചാടാ. ബില്ലൊക്കെ കാണിക്കാം. നാക്കിനടിയിലിടുന്ന ഗുളിക എടുത്തിട്ടുണ്ടോ? എന്റെ അഡ്രസ് കാർഡാ ഇത്. ഫ്രൈഡ് റൈസ് റെഡി ആവുമ്പോ അറിയിച്ചേക്ക്. ചേട്ടൻ പതിയെ എഴുന്നേറ്റാ മതി, ഞങ്ങള് കൈ കഴിയേച്ചു വരാം. ആ രണ്ടാമത്തെ മെസ്സിലിരിക്കുന്നത് ഞങ്ങളുടെ അങ്കിളാ. പുള്ളിക്കാരൻ ബില്ല് പേ ചെയ്തോളൂ. ചേട്ടനെ പുറത്തു കൊണ്ടുവരാൻ എന്നതാ ഒരു വഴി. ഒരു പണിയുണ്ട്. എന്താടി നിന്ന് വിറയ്ക്കുന്നത്? എന്തു പറ്റി? ഞങ്ങളെ ഒരു പിള്ളേരെ പിടുത്തക്കാര് പിടിച്ചോണ്ട് വന്നതാ സാറേ. ദേണ്ടേ അയാൾ അവിടെ അകത്തിരുന്ന് തിന്നുന്നു. എന്തിടാ പിള്ളേര്? അവരെന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞു. അങ്ങനെ വഴിക്ക് വാ. നിന്നെ കുറെ നാളായിട്ട് ഞാൻ തിരക്കുന്നു. നീ പിള്ളേരെ പിടിക്കും അല്ലടാ? അയ്യോ സാർ, ഇയാളല്ല, ഒരു ചുമന്ന ഷർട്ട് ഇട്ട ആളാ. ഓടിക്കോ. അത് ബോബനല്ലയോ? എടാ ബോബാ, ഒന്നിങ്ങ് വന്നേടാ. എടാ ഗോപാല പിള്ളച്ചേട്ടൻ എന്നാത്തിനാടാ വിളിക്കുന്നത്? നീ അവിടുന്ന് ബോണ്ട വല്ലതും തിന്നോ? ജാമ്യക്കാര് വേണോടാ? എടാ, സ്കൂളിൽ പോയച്ച് തിരികെ വരുമ്പോ ആ പോസ്റ്റ് ഓഫീസിൽ കൂടി ഒന്ന് കേറിയേക്കണം. എനിക്ക് കത്ത് വല്ലതും ഉണ്ടെങ്കിൽ മേടിച്ചോണ്ട് പോരണം. പോസ്റ്റ്മാൻ ഇവിടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വരൂ. ദുബായിൽ നിന്ന് മോളുടെ കത്ത് വന്ന സമയത്ത് കിട്ടുകയില്ല. ഞങ്ങള് വാങ്ങിക്കൊണ്ടുവരാൻ ചേട്ടാ. സാറേ, ചായക്കട ഗോപാലപിള്ളക്ക് കത്ത് വല്ലതും ഉണ്ടോ? ചായക്കട ഗോപാലപിള്ളയാണോ മലമറപ്പിൽ ഗോപാലപിള്ളയാണോ? ചായക്കട ഗോപാലപിള്ള. അയക്കൊരു കത്തുണ്ട്. സാറേ, എനിക്ക് കത്ത് വല്ലതും ഉണ്ടോ? നിങ്ങളുടെ പേരെന്നാ? പേരോ? അത് എഴുത്തിന്റെ പുറത്ത് കാണും. സാറേ, എന്റെ വീട്ടിലേക്ക് കത്തുണ്ടോ? നിന്റെ വീട്ടിലേക്ക് കത്തുണ്ട്. സാറേതായാലും കത്തുമായിട്ട് എന്റെ വീട്ടിലേക്ക് പോയല്ലോ. എന്നാ പിന്നെ അതാ ഈ സ്ലേറ്റ് കൂടി അങ്ങ് കൊടുത്തേക്ക്. ചേട്ടാ, ഒരു കത്തുണ്ട്. ഭേഷ്, നന്നായി, നല്ല കുട്ടികൾ. എടാ ഗോപി, ഈ ബോബനും മോളിക്കും ഓരോ കാപ്പിയും ഓരോ വടയും കൂടെ ചെന്ന് കഴിക്കു പിള്ളേരെ. എനിക്ക് കാപ്പി വേണ്ട, അതിനും കൂടെ പരിപ്പോടെ തന്നേര്. ഇന്നും പോസ്റ്റ് ഓഫീസിൽ കയറി നോക്കാം ഗോപാലൻ ചേട്ടന് കത്തുണ്ടോന്ന്. ആഹാ, ഇന്നും എഴുത്തുണ്ടല്ലോ. മിടുക്കൻ കുട്ടികൾ. ഗോപി, ഇവർക്ക് ഓരോ പരിപ്പോടെയും കാപ്പിയും കൂടെ. ചേട്ടാ, ഇന്നും കത്തുണ്ട്. ഗോപി, പരിപ്പോടെയും കാപ്പി. നീ ഞങ്ങൾക്ക് വെളിച്ചമാകുന്നു, നീ ഞങ്ങൾക്ക് അന്നം തരുന്നവനാകുന്നു. ദൈവമേ, ഞങ്ങളുടെ അന്നുള്ള അപ്പം ഞങ്ങൾക്ക് ഇന്നും കിട്ടുമാറാക്കണമേ.
2 ദിവസമായിട്ട് കത്തുകളൊന്നും കിട്ടുന്നില്ല. നീ ഞങ്ങളുടെ വേദന മനസ്സിലാക്കി നിരന്തരം കത്തുകൾ അയച്ച് ഞങ്ങളോട് കരുണ കാട്ടണമേ. ആമേൻ. ഇന്നും കത്തൊന്നുമില്ല. ഇനിയിപ്പോ എന്നാ ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കത്ത് നമുക്ക് തന്നെ എഴുതി ഗോപാലപിള്ള ചേട്ടന് പോസ്റ്റ് ചെയ്യാം. ബഹുമാനപ്പെട്ട ഗോപാലൻ അച്ഛൻ എന്നും കത്തയച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ. ലീലയ്ക്ക് പനിയാണ്. അവിടെയും അപ്രകാരമെന്ന് വിശ്വസിക്കുന്നു. എന്ന് സ്വന്തം ശാരദ. ഇതെന്റെ മകളുടെ എഴുത്താണല്ലോ. അവൾ അങ്ങ് ദുബായിലാ. പക്ഷെ കത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് കാർഡിൽ. ഇവിടുത്തെ ഉണക്കക്കപ്പ് വരെ ഇപ്പൊ ദുബായി കിട്ടും. പിന്നെ ഒരു പോസ്റ്റ് കാർഡ്. ഇന്ന് ഗോപാലൻ ചേട്ടന് 4 കത്തുണ്ട്. ഇത് നമുക്ക് 4 ദിവസമായിട്ട് കൊടുക്കാം. നമുക്കൊരു കൂലിക്കത്തൂടെ അയക്കാം. ഈ 4 കത്ത് തീരുമ്പം അത് വരും. ഇന്നലെ എനിക്ക് 4 എഴുത്തുണ്ടായിരുന്നെന്ന് കൂലി എഴുത്തും കൊണ്ടുവന്ന പോസ്റ്റ്മാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഒരെണ്ണമേ എനിക്ക് തന്നുള്ളൂല്ലോടാ. ബാക്കി എവിടെടാ? ഇത്രയും പെട്ടെന്ന് കൂലിക്കത്ത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് നമ്മളെ ചതിച്ചു. ആ പോസ്റ്റ്മാൻ കാരണം നമ്മുടെ 3 ദിവസത്തെ പരിപ്പുടയും കാപ്പിയും പോയി. മോളി, എടി മോളി, ബോബാ ഒന്ന് എഴുന്നേക്കടാ. ദേ, ഞങ്ങള് മരണ വീട്ടിലേക്ക് പോവാ. സംസ്കാരം കഴിഞ്ഞേ വരത്തുള്ളൂ. പപ്പ അതുവഴി ചിലപ്പോ കോടതിയിലേക്ക് പോവും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റേ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു. സാധനങ്ങളൊക്കെ അടുക്കളയിൽ ഇരിപ്പുണ്ട്. ഒന്നും നശിപ്പിച്ചേക്കല്ലേ, പറഞ്ഞേക്കാം. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ ബുൾസൈ ഉണ്ടാക്കാം. നീ റൊട്ടി മുറിക്കും. റൊട്ടി മുറിക്കുന്നത് അങ്ങനെയല്ല, അറുത്താ മുറിക്കുന്നത്. അയ്യോ, എന്റെ കൈ അറുത്തത്. അമർത്തി പിടിച്ചു. ഞാൻ പോയി കെട്ടാൻ തുണി എടുത്തോണ്ട് വരാം. ചോര നിന്നു. എന്നതാ ഒരു കരിഞ്ഞ മണം. അയ്യോ, മുട്ട കരിഞ്ഞു. കരിഞ്ഞ ചട്ടിയിൽ പിടിച്ചു. ഇനി ഇത് എങ്ങനെ ഇളക്കും? കത്തി വെച്ച് ചിരണ്ടി ഇളക്കിയാലോ? അത് നോൺ സ്റ്റിക്ക് ചട്ടിയാ. ചിരണ്ടിയാ പോളിഷ് പോകും. എന്നാ നമുക്കിത് കമത്തി അടിക്കാം. അപ്പൊ അത് പറഞ്ഞു പോരും. പകുതി പറഞ്ഞു പോന്നു. കർത്താവേ, 600 രൂപയ്ക്ക് ഇന്നലെ വാങ്ങിച്ചതാ. അമ്മച്ചി കണ്ട കൊന്നത് തന്നെ. നമുക്ക് മുട്ടയടച്ച് ഹോംപ്ലേറ്റ് ഉണ്ടാക്കാം. ഹോംപ്ലേറ്റ് അല്ലടി, ആംപ്ലേറ്റ്. ഞാൻ പോയി മുട്ട പതയ്ക്കുന്ന മെഷീൻ എടുത്തുകൊണ്ട് വരാം. ലോൺ അമർത്തി പിടിക്കണം. ഈ പാത്രത്തിന് എന്ത് പറ്റി? അയ്യോ, പാത്രം തുളഞ്ഞല്ലോടി. മുട്ടയുടയ്ക്കുന്ന ബ്ലേഡ് ഇതാ. നീ മുട്ടയുടച്ചതേ തടി തുരക്കുന്ന ബ്ലേഡ് ഇട്ടായിരുന്നു. തടിയും തുളഞ്ഞു. മുട്ട ഉണ്ടായിരുന്നതും തീർന്നു. ഒരു ചക്ക ഇരിപ്പുണ്ട്. നമുക്കൊരു ചക്കപ്പുഴുക്ക് വെക്കാം. കത്തി കേറുന്നില്ലല്ലോടി. അമ്മച്ചി കോടാലിക്കാ വെട്ടിപ്പിളർക്കുന്നത്. ഞാൻ പിടിക്കാം. നീ കോടാലിക്ക് വെട്ട്. നീ കൈമാറ്റിക്കോ. കൈമാറ്റിയപ്പോ ചക്ക ഉരുണ്ടതാ. മേശയ്ക്ക് ചരിവുണ്ടായിരുന്നു. ഒരു മുൻകൂർ ജാമ്യം അനുവദിച്ചു തരണം.